ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷുവിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസം കഴിഞ്ഞു. ഇനി 2 ദിവസവും കൂടി ഉള്ളൂ. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മുഴുവനും ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ക്രീനിൽ. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് വിഷുവിൻ്റെ ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക്, ഡിസ്കൗണ്ടിൻ്റെ റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ അകന്നു പോയത് ഈ വ്യക്തിയെ വിഷമത്തിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തി എല്ലാ ബന്ധനങ്ങളുടെയും കെട്ടുകൾ അഴിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുവാനായി ശ്രമിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് നോക്കാം. ഈ പേഴ്സണിൽ എന്ത് മാറ്റമാണ്? വാവ്, ദ ഗേറ്റ് വേ. യെസ്, ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു ഹോഴ്സ് പോകുന്നത്, അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വശത്ത്, ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രകാശം വരുന്നുണ്ട്, ഒരുപാട് വെളിച്ചം വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു കുതിര ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് യൂണിക്കോൺ ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇത് ദൈവികമായിട്ടുള്ള ഒരു ശക്തിയെ സൂചിപ്പിക്കുന്ന കാർഡും കൂടിയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് അനുസരിച്ചിട്ടുള്ള ഒരു അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്, ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ വ്യക്തിയിലേക്ക് വരാൻ പോകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരിക്കലും വിചാരിക്കാത്ത ഒരുപാട് നന്മകളാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതിനോടകം വരാൻ പോകുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് പ്രതീക്ഷകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുമ്പോൾ അതിനൊരുപാട് തടസ്സങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അതായത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ മര്യാദക്ക് മുന്നോട്ട് പോകാം, ഇത് വിജയിപ്പിച്ചെടുക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടോ അവിടെ തടസ്സങ്ങൾ വന്ന് മറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആ ഒരു വെളിച്ചത്ത്, അതായത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകാനുള്ള എന്തോ ഒരു അനുകൂലമായിട്ടുള്ള ഒരു അനുഗ്രഹം, അതായത് നമ്മൾ പറയില്ലേ എല്ലാ വഴിയും അടഞ്ഞു, എനിക്കിനി ഒരു വഴിയും ഇല്ല, അല്ലെങ്കിൽ എനിക്കിനി ഒരു വഴിയും എനിക്ക് രക്ഷപ്പെടാനായിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു വെളിച്ചം വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇരുട്ടിലായിപ്പോയി, നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കായിപ്പോയി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ഒരു വെളിച്ചം വരികയാണ്. അപ്പോൾ ആ വെളിച്ചത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു വഴി നമ്മൾക്ക് ദൈവം തുറന്ന് തരികയാണ്, അല്ലെങ്കിൽ ഏഞ്ചൽസ്, അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി നമുക്ക് തുറന്ന് തരികയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഗ്രഹത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ചേഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇവിടെ പുറകിലേക്ക് പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല.
ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അനുകൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയുടെ കൺമുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ വ്യക്തി നടത്താനായിട്ട് പോകുന്നത്. അത് ഒന്നില്ലെങ്കിൽ ഇത്രയും കാലം ഈ പേഴ്സൺ പരിശ്രമിച്ചിരുന്നു, പക്ഷെ സാഹചര്യങ്ങൾ ഈ വ്യക്തിയോട് പ്രതികൂലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്, പ്രതികൂലമായിട്ട് വരിക. അപ്പൊ ഈ വ്യക്തിക്ക് അതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് നിൽക്കും, അതായത് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് മേരി മാതാവിൻ്റെ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം മദർ മേരി സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും ഒരു ദൈവമാണ് മേരി മാതാവ്, അല്ലേ? അപ്പോൾ തൻ്റെ പുത്രനെ ആണെങ്കിലും ക്രൂശിലേറ്റിയപ്പോഴും അത്രയും സ്നേഹത്തോടു കൂടി സ്നേഹിച്ചിരുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു മേരി മാതാവിൻ്റെ ആ ഒരു എനർജി, ഒരു പക്ഷെ നിങ്ങൾ ഭക്തരായിരിക്കാം, മേരി മാതാവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം, തീർച്ചയായിട്ടും ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു മദർ ഹീലിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലൂടെ കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും, അതായത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ മേരി മാതാവിൻ്റെ ഭക്തനായിരിക്കാം, അല്ലെങ്കിൽ ഭക്തയായിരിക്കാം, ഡിവോട്ടി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ മദർ ഹീലിംഗ് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അമ്മയുടെ സാന്നിധ്യം, ഒരു അമ്മയുടെ അനുഗ്രഹം. മദർ മേരി മാതാവ് അറിയാം, നമ്മുടെ എല്ലാവരുടെയും ഒരു മാതൃ സ്നേഹം തുളുമ്പുന്ന ഒരു ദൈവം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് മേരി മാതാവിൻ്റെ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് സ്നേഹവും സമാധാനവും സ്വാതന്ത്ര്യവുമാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. 6 ഓഫ് സ്ക്രോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ദ സാൻഡ്സ് ഓഫ് ടൈം ആണ്. അതായത് ഈ പേഴ്സൺ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ വ്യക്തി മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോകാനോ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. ഒരു കാര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയിരിക്കും, ഞാൻ അത് നേടിയെടുത്തിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ, ആ ഒരു വാശിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, കൈയൊക്കെ ചുരുട്ടിയൊക്കെ വെച്ച് ഭയങ്കര ഒരു എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പദ്ധതികൾക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന, പദ്ധതികൾ ഉണ്ടാക്കി ആ പദ്ധതികൾ അതുപോലെ തന്നെ ഞാൻ നടപ്പിലാക്കും, എന്നെ ആരും തോൽപ്പിക്കാൻ നോക്കണ്ട, എന്നെ ആർക്കും തോൽപ്പിക്കാനാകില്ല എന്നുള്ളൊരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന. കാരണം ഇപ്പോൾ പ്രപഞ്ചം ഈ വ്യക്തിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും കാലം പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് പ്രതികൂലമായിരുന്നു. നീയൊന്നും ചെയ്യണ്ട, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, അല്ലെങ്കിൽ സമയമായിട്ടില്ല, ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വ്യക്തിക്ക് അനുകൂലമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഐസോലേഷൻ ആണ്, ലാക്ക് ഓഫ് കണക്ഷൻസ് ആണ്. ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ വേണ്ടാന്ന് ഈ വ്യക്തി വെക്കുന്നുണ്ട്. കാരണം വേറെ ആൾക്കാരായിട്ട് കൂട്ടുകൂടി നടന്ന് എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല, കാര്യങ്ങൾ മുറയ്ക്കുമുറ നടക്കത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഒറ്റപ്പെടലിന്റെ വേദന ഈ വ്യക്തി നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ സുഹൃത്തുക്കൾ ആരുമില്ല, പോരാത്തതിന് നിങ്ങളുമില്ല, നിങ്ങളുടെ സ്നേഹവും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും ഈ വ്യക്തിക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി സ്വന്തമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ഒറ്റക്കല്ല കേട്ടോ, ആൻസിസ്റ്റേഴ്സ് കൂടെയുണ്ട്. കാരണം ദൈവാധീനം നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹവും ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, ഈ വ്യക്തിക്കും ആൻഡ് ഓൾസോ നിങ്ങൾക്കും.
മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ അകന്നു പോയത് ഈ വ്യക്തിയെ വിഷമത്തിൽ ആക്കിയിട്ടുണ്ട്, വിഷമത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ടാണ് കാര്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി എന്തൊക്കെ ബന്ധനങ്ങളിലാണോ നിൽക്കുന്നത്, ആ ഒരു ബന്ധനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തടസ്സങ്ങളിൽ നിന്നുമൊക്കെ അഴിച്ചുകൊണ്ട്, അതിൽ നിന്നുമൊക്കെ സ്വതന്ത്രമായിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. അതിന് ഏറ്റവും മുന്നോടിയായിട്ട് നിൽക്കുന്നത് പിതൃക്കളുടെ എനർജിയാണ്, പൂർവികരുടെ എനർജിയാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. പൂർവികരുടെ എനർജിയും നമുക്കിവിടെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യു ഡോണ്ട് നീഡ് സം വൺ എൽസ് ടു ഫിക്സ് യു എന്നാണ്. അതായത് ഈ പേഴ്സൺ ഇത്രയും കാലം വേറെ ആൾക്കാർ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം ഈ പേഴ്സൺ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സനെ എന്താ പറയാ, ഒരു ഒരു കളിപ്പാവ പോലെ, അതായത് മറ്റുള്ളവർ ചലിപ്പിക്കുന്നതിനനുസരിച്ച് അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാവ, അതായിരുന്നു ഈ പേഴ്സൺ. മറ്റുള്ളവരുടെ ഒരു കളിപ്പാട്ടമായിരുന്നു. അതുകൊണ്ട് ഈ പേഴ്സൺ ആ ഒരു കാര്യം മാറ്റി വെക്കുകയാണ്. കാരണം മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ തനിക്ക് നല്ലൊരു സ്വതന്ത്രമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള, തൃപ്തിയുള്ള ഒരു ജീവിതം പടുത്തുയർത്താനാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആരും ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ആരും എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണ്ട, ആരും അഭിപ്രായം പറയണ്ട, ആരുടെയും അഭിപ്രായവും ഒന്നും തന്നെ എനിക്ക് കേൾക്കണ്ട. കാരണം എൻ്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു രീതിയിലാണ്, അങ്ങനത്തെ ഒരു ദൃഢമായ ഒരു തീരുമാനത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അത് നിങ്ങളുടെ ആ ഒരു വിഷമം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് ഇത് ശരിയാകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. അവിടെ മറ്റുള്ളവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലേക്കാണ്, നിങ്ങളുടെ പാതയിലേക്ക്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്നേഹം, അതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും എന്തെന്നില്ലാത്ത ഒരു ഊർജവും ഉത്സാഹവും ഉന്മേഷവും ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. അനുഗ്രഹവും, അത് പിതൃക്കളുടെ അനുഗ്രഹവും ദൈവത്തിന്റെ അനുഗ്രഹവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.